ഹായ്, നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഈ പ്രഷർ ചീര പല വീടുകളുടെയും പുറകിൽ ഒരു അനാവശ്യ വസ്തു പോലെ നിൽക്കുന്നത് കണ്ടിട്ടാണ്, പൊടി പിടിച്ചിട്ട്. ഇതിന് നമ്മുടെ നാട്ടിൽ പ്രഷർ ചീര എന്ന് പറയുമെങ്കിലും ചിലരൊക്കെ ഇതിനെ വേലിച്ചീര എന്ന് മറ്റു പല പേരിലൊക്കെ അറിയപ്പെടും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ലുലു മോളിലോ സൂപ്പർ മാർക്കറ്റിലോ നമ്മുടെ ഏതെങ്കിലും പച്ചക്കറികളിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം ഇതിൻ്റെ ഗുണം ആർക്കും അറിയില്ല. അപ്പം നമ്മൾ ഇതുപോലെ അരിയാണെങ്കിൽ നമുക്കതിൻ്റെ കൊമ്പ് ഈ മഴക്കാലത്ത് വല്ല ചാക്കിലോ ഗ്രോ ബാഗിലോ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ നമുക്ക് കുത്തി പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കോളും. ഇതുപോലെ അതിൻ്റെ ഇലകൾ വേപ്പല പോലെ ഉരിഞ്ഞെടുത്തിട്ട് അത് നന്നായിട്ട് കഴുകുക. അതിന്മേൽ പൊടി മാത്രം ഉണ്ടാവുള്ള വലിയ രോഗകീടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് കൊമ്പ് കുത്തിയും പിടിപ്പിക്കാം. പിന്നെ അത് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കായ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ കായ് പാവി കഴിഞ്ഞ വിത്തുണ്ടാവും, അങ്ങനെയും പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ നന്നായി കഴുകി അരിഞ്ഞ് വെച്ചിട്ട്, നന്നായി അരിയണം. അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് അതിനിട്ട് സൂപ്പർ ടേസ്റ്റ് കൊടുക്കണം. ഓയിലൊക്കെ മാറി നിൽക്കുള്ളൂ. അങ്ങനെ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് മുളക് പൊടി ഇട്ട് നന്നായി മൊരിയിക്കുക. ആ മൊരിച്ചയിലേക്ക് നമ്മൾ ചിരകി വെച്ച് അത്യാവശ്യം നമ്മൾ തേങ്ങ എടുക്കുക കേട്ടോ. തേങ്ങയും കൂടി കൊടുക്കുമ്പോഴാണ് അതിന് ഒന്നും കൂടി ടേസ്റ്റാക്കി കിട്ടണത്. ഇതാണെങ്കിൽ കുഴഞ്ഞു പോകുന്നില്ല. നമ്മുടെ സാധാരണ ചീര കുഴഞ്ഞു പോവില്ല വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതിനങ്ങനെ കുഴഞ്ഞു പോവില്ല. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇതിന് നല്ല വേവുണ്ട്. അതുകൊണ്ട് നന്നായി ചെറുതാക്കി അരിയാനായിട്ട് നമ്മൾ പറയണേ. അപ്പോൾ നന്നായിട്ട് അങ്ങനെ അരിഞ്ഞത് നമ്മൾ നല്ല വേവുള്ളത് കൊണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. വേവാനുള്ള വെള്ളം ഒഴിക്കണം. നമ്മൾ സാധാരണ ചീരയ്ക്ക് വെള്ളം ഒഴിക്കേണ്ട, ആവിയിൽ വേവും, പക്ഷെ ഇത് വേവില്ല. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ ചീര ഇട്ട് വെച്ചാൽ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞ് നമ്മൾ 2 പ്രാവശ്യം മൂടി വെച്ച് വീണ്ടും ഇളക്കി കഴിഞ്ഞ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. ആ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഒരു 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായി വെന്തതിന് ശേഷം മാത്രമാണ് നമ്മളതെടുത്ത് കഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ഈ വീഡിയോ ഒരു പ്രചോദനമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടുകളിൽ കറി വയ്ക്കും.